ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഞാനീ പറയുന്ന ഒരു കാര്യം ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടു. സ്വന്തമായ വീട്, നല്ല വാഹനം, ധാരാളം ഭൂസ്വത്തുക്കള്, പിന്നെ കടബാധ്യതകളെല്ലാം മാറി വലിയ സമ്പത്തിലേക്ക് വന്നു. ഒരു ചെറിയ കാര്യമാണ്, നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. നല്ല കാര്യമാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക. ഈ വീഡിയോയിലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങളുടെ ജീവിതം ഉറപ്പായിട്ടും വലിയ സമ്പത്തിലേക്ക്, വലിയ ഐശ്വര്യത്തിലേക്ക്, മാത്രമല്ല ധാരാളം ധാരാളം ഭൂസ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയവരുണ്ട്, ഒരുപാട് സാമ്പത്തികത്തിലേക്ക് വന്നവരുണ്ട്, ദുരിതങ്ങളെല്ലാം മാറി വലിയ ഐശ്വര്യത്തിലേക്ക് വന്നവരുണ്ട്. ഒരു ചെറിയ കാര്യമാണ്, നിങ്ങളത് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ്, പെട്ടെന്ന് ഫലം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക, ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും, ചെയ്യുന്ന രീതി പറയും. നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക്, ചെയ്യുന്ന രീതി കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാറില്ലേ, ചെയ്യാതിരിക്കാം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ പലപ്പോഴും സമയത്തിന് തീരാറില്ല, അതുകൊണ്ടാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചുരുക്കി ചെറിയൊരു വോയിസ് ആയിട്ട് ഒരു കാര്യം ചോദിച്ചാൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ എനിക്കറിയാവുന്ന നല്ല കാര്യം പറഞ്ഞു തരും കേട്ടോ. അതിന് ഫീസൊന്നുമില്ല. ഇനി വിശകലനം ചെയ്യുന്നതിന് ഒരു നിശ്ചിത ഫീസുണ്ട്. അത് വിശകലനം ചെയ്യാൻ എടുക്കുമ്പോൾ അത് മുൻഗണനാക്രമത്തിലാണ്, അപ്പോൾ പറയും. ഇത് ആവശ്യമുള്ളവർ ചെയ്യുക. അപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് കാണണം. അതൊന്നും ലോകത്തിൽ ഒരിടത്തും നിങ്ങൾക്ക് കിട്ടത്തില്ല, ഞാൻ ആ പറയുന്ന കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ, നല്ലൊരു വീഡിയോ ആണ്. അതിൽ ചില കാര്യങ്ങളുണ്ട്, അതൊന്നും കാണാതെ പോയ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ്. ആവശ്യമുള്ളവർ കാണുക. ഇന്നിപ്പം പറയാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ഇന്നലത്തെ വീഡിയോയെക്കുറിച്ചാണ് പറഞ്ഞത്, നല്ലൊരു വീഡിയോ ആണ്. അപ്പം എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വീഡിയോ മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ എന്ന് ഞാൻ ആദ്യം പറയുന്നു, ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് വിശേഷ ദിവസങ്ങൾക്ക് മുമ്പ്, പ്രത്യേകിച്ച് ഇപ്പം ഓണം വരുന്നു അല്ലേ, അപ്പം തിരുവോണത്തിൻ്റെ തലേന്ന്, ഇനി അതല്ല വിഷുവ്, അഷ്ടമി രോഹിണി, പിന്നെ സ്വർഗവാതിൽ ഏകാദശി, പിന്നെ നിങ്ങളുടെ പിറന്നാൾ, വർഷത്തിൽ വരുന്ന നിങ്ങളുടെ പിറന്നാൾ, ഇതിൻ്റെ എല്ലാം തലേ ദിവസം നിങ്ങൾ കൃഷ്ണൻ്റെ അല്ലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോകണം. പോയി വസ്ത്രം ഭഗവാന് സമർപ്പിക്കണം. വസ്ത്രം എന്ന് പറഞ്ഞാൽ സെറ്റും മുണ്ടും, അല്ലെ സെറ്റ് ഭഗവാന്, സെറ്റും മുണ്ടും സമർപ്പിച്ചാൽ മതി ഭഗവാന്. അപ്പം വിശേഷ ദിവസങ്ങളുടെ തലേ ദിവസം, തിരുവോണത്തിൻ്റെ തലേ ദിവസം, പിന്നെ വിഷു, അതുപോലെ അഷ്ടമിരോഹിണി, സ്വർഗവാതിൽ ഏകാദശി, ഇങ്ങനെ ഭഗവാന്റെ വിശേഷ ദിവസങ്ങളുടെ തലേ ദിവസം നിങ്ങൾ കൃഷ്ണൻ്റെ അല്ലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ തലേ ദിവസം വൈകിട്ട് പോയി ഭഗവാന് സെറ്റും മുണ്ട് സമർപ്പിക്കണം. നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. പിന്നെ എല്ലാ മാസവും നിങ്ങൾക്ക് വേണമെങ്കിൽ സമർപ്പിക്കാം, പെട്ടെന്ന് മാറ്റം വരും. എന്ന് സമർപ്പിക്കണം? മാസത്തിൽ സമർപ്പിക്കുകയാണെങ്കിൽ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ഏകാദശിയുടെ അന്ന് വൈകുന്നപാട് സമർപ്പിക്കണം. കലണ്ടറായി നോക്കി അറിയാം, എല്ലാ മാസവും ഉണ്ട്. കറുത്തവാവ് നോക്കുക, അത് കഴിഞ്ഞു വരുന്ന ഏകാദശി നോക്കുക, അതിൻ്റെ അന്ന് വൈകുന്നപാട് കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. അത് വേണമെങ്കിൽ മാസവും ചെയ്യാം. അതുപോലെ ഇതുപോലെയുള്ള വിശേഷ ദിവസങ്ങൾ, ഭഗവാൻ കൃഷ്ണൻ്റെ പ്രിയപ്പെട്ട, വിഷ്ണുവിൻ്റെ പ്രിയപ്പെട്ട വിശേഷ ദിവസങ്ങൾക്ക് തലേ ദിവസം അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി സെറ്റ് മുണ്ട് സമർപ്പിച്ച് വൈകുന്ന പാടെ സമർപ്പിക്കാവുള്ളൂ. വീഡിയോ മുഴുവൻ കേട്ടിട്ട് ചെയ്യാവുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം, അല്ല ചുമ്മാ പോയി അങ്ങ് ചെയ്താൽ അതിന് എല്ലാത്തിനും അതിൻ്റെതായ ചില കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ടാണ് വീഡിയോ മുഴുവൻ കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കൂടാ, ഈ വിശേഷ ദിവസങ്ങളുടെ തലേ ദിവസം പോയി സെറ്റ് മുണ്ട് സമർപ്പിച്ചപ്പോൾ എന്നാ വരാനാ? എന്നാൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ജീവിതം മാറും. കാറ്, വീട്, ഭൂമി, ധാരാളം ഭൂസ്വത്തുക്കൾ, വലിയ സമ്പത്ത്, നല്ല നിലയിൽ ജീവിതം രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെടുന്നത്? വിശേഷ ദിവസങ്ങൾ തലേദിവസം ഒരു സെറ്റുമുണ്ട് ഭഗവാനെ സമർപ്പിച്ചാൽ അങ്ങനെ രക്ഷപ്പെടുന്നത്? അത് കേൾക്കണം, അത് മനസ്സിലാകണം. മനസ്സിലാക്കിയിട്ടേ ചെയ്യാവുള്ളൂ, എന്നാലേ അത് ഫലം ഉണ്ടാകത്തുള്ളൂ കേട്ടോ. മനസ്സിലാക്കിയിട്ട് ചെയ്യണം, അതിന് പ്രത്യേക ഫലമാണ്. ഇതിൻ്റെ രഹസ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശേഷ ദിവസങ്ങൾ
ഈ ഭഗവാന് പ്രിയപ്പെട്ട ദിവസങ്ങളിൽ ഭഗവാന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സമർപ്പിച്ചാൽ പെട്ടെന്ന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. മാത്രമല്ല, ഭഗവാന്റെ അനുഗ്രഹം ജീവിതം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പം ഭഗവാന് പ്രിയപ്പെട്ടതാണ് സെറ്റും മുണ്ടും, തീർച്ചയായിട്ടുമാണ്. കാരണം എന്താണെന്നറിയോ, ഈ സെറ്റും മുണ്ടും ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ അതീവ സംപ്രീതനാകും. അങ്ങനെയുള്ളവരുടെ വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും സമാധാനവും മാത്രമല്ല, അവരുടെ കൂടെ ഭഗവാന്റെ അനുഗ്രഹം ജീവിതം മുഴുവൻ ഉണ്ടാകും. എവർലാസ്റ്റിംഗ് ആണ്, ജീവിതം മുഴുവൻ ഉണ്ടാകും. അതാ ഞാൻ പറഞ്ഞ വീഡിയോ മുഴുവൻ കാണണമെന്ന്. ഇത് ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല. ഈ രഹസ്യങ്ങൾ നിങ്ങൾക്ക് വേറെ ഒരിടത്തൊന്നും കിട്ടത്തില്ല. ഇത് ഒരുപാട് ജീവിതങ്ങൾ മാറ്റിയ കാര്യമാണ്. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ മാത്രമല്ല, പിതൃപ്രീതി ഉണ്ടാകും. പിതൃപ്രീതി അതായത് ഭഗവാൻ നാരായണന് അല്ലെ കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ ഇതുപോലെ വിശേഷ ദിവസങ്ങളുടെ പിന്നെ നിങ്ങളുടെ പിറന്നാളിന് വർഷത്തിൽ ഒന്ന് വരുന്ന പിറന്നാളിന്റെ തലേദിവസവും സമർപ്പിക്കാം കേട്ടോ. പെട്ടെന്ന് മാറ്റം ഉണ്ടാകുന്നത്. സമർപ്പിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കണം, ഭഗവാനെ എനിക്ക് സമ്പത്ത് നൽകണേ, ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് നൽകണേ, സമൃദ്ധി നൽകണേ. ഇതിനേക്കാൾ ഏറ്റവും ഉപരി പറയേണ്ട എന്നാണെന്നറിയാം, ഭഗവാന്റെ അനുഗ്രഹം എൻ്റെ കൂടെ എന്നും ഉണ്ടാകണേ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ നിങ്ങൾക്ക് കാറ് വേണം, വീട് വേണം, ബംഗ്ലാവ് വേണം, അത് വേണം, ഇത് വേണം എന്നൊന്നും പറയണ്ട. ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായാൽ മതി ഭഗവാനെ എന്ന് പറഞ്ഞാൽ മതി. അതെന്താ അതിൻ്റെ രഹസ്യം? അതായത് മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ കൃഷ്ണന്റെ അടുത്ത് ചെന്ന് പാണ്ഡവന്മാരും കൗരവന്മാരും അതായത് ചെന്ന് ഭഗവാനോട് സഹായം അഭ്യർത്ഥിക്കുകയുള്ളൂ. അപ്പം ഈ പാണ്ഡവന്മാരുടെ അവരുടെ മനസ്സിൽ അവരുടെ കൂടെ ഭഗവാൻ മാത്രം ഉണ്ടായാൽ മതി. പക്ഷെ ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ ദുര്യോധനൻ ഒരുപാട് പടയാളികളും അങ്ങനെയൊക്കെ വേണമെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ പാണ്ഡവരുടെ മനസ്സിൽ ഭഗവാൻ മാത്രം മതിയെന്നേ ഉള്ളായിരുന്നു. അതുകൊണ്ട് അവർക്ക് എന്ത് കിട്ടി? ഭഗവാനെ കിട്ടി. മറ്റുള്ളവർക്ക് ഭഗവാന്റെ പടയാളികളെ എല്ലാം കൊടുത്തു ദുര്യോധനന്. എവിടെയാണ് വിജയം ഉണ്ടായത്? ഭഗവാനുള്ളിടത്ത്. അപ്പം ഭഗവാൻ മാത്രം മതിയെന്നേ, ബാക്കിയെല്ലാം വന്നോളും. ഭഗവാൻ ഉള്ളിടത്ത് ലക്ഷ്മിയുണ്ട്, സർവ്വ ഐശ്വര്യങ്ങളുണ്ട്, വിജയമുണ്ട്. ഭഗവാൻ കൃഷ്ണൻ എവിടെയുണ്ടോ അവിടെയെല്ലാം വിജയമുണ്ട്, അവിടെയെല്ലാം ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുണ്ട്, അവിടെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. അതാണ് ഈ പ്രാർത്ഥനയുടെ ഒരു രഹസ്യം. അതുകൊണ്ട് ആ വീഡിയോ മുഴുവൻ കണ്ടിട്ടേ ചെയ്യാവുള്ളൂ പറഞ്ഞ്, അല്ലാതെ അറ്റവും മൂലം കേട്ടിട്ടുകൊണ്ട് സെറ്റ് സമർപ്പിച്ചിട്ട് അതിൻ്റെ അതൊന്നും കാര്യമില്ല. മുഴുവൻ കേട്ടിട്ട് ആ പ്രാർത്ഥനയും കൂടെ കേൾക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, അതിനകത്ത് കാര്യമുണ്ട്. അപ്പം ഭഗവാൻ എൻ്റെ കൂടെ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ എന്നും ഉണ്ടാകണേ ഭഗവാനെ, അടിയൻ അത് മാത്രം മതിയെ എന്ന് പറഞ്ഞ് സെറ്റും കൊണ്ട് സമർപ്പിക്കണം. പിന്നെ നമ്മുടെ ജീവിതം മുഴുവൻ അത്ഭുതങ്ങളായിരിക്കും സംഭവിക്കുന്നത്. ഇത് വിഷുവിൻ്റെ തലേദിവസം ചെയ്യാം, തലേദിവസം വൈകുന്നപാട്, രാവിലെ അല്ല ചെയ്യേണ്ടത്. തിരുവോണത്തിൻ്റെ തലേദിവസം ചെയ്യാം. ഇനിയിപ്പോൾ ഓണം വരുമല്ലേ, അധികം ദിവസമില്ലല്ലോ, അതുകൊണ്ട് ഇപ്പം പറഞ്ഞു തന്നേക്കാന്ന് വിചാരിച്ച്. പിന്നെ അതുപോലെ ഏകാദശി, സ്വർഗവാതിൽ ഏകാദശി, അതിൻ്റെ തലേദിവസം ചെയ്യാം. പിന്നെ അഷ്ടമി രോഹിണി തലേദിവസം, ഭഗവാന്റെ ഏത് പ്രിയപ്പെട്ട ദിവസവും ആയിക്കോട്ടെ, അതിൻ്റെ തലേദിവസം ചെയ്യാം. നിങ്ങളുടെ പിറന്നാളിൻ്റെ തലേദിവസവും ചെയ്യാം. പിന്നെ നിങ്ങൾക്കിപ്പം ഒരു പുതിയ ജോലി പ്രവേശിക്കാൻ പോകുന്നു, അതിൻ്റെ തലേദിവസം വൈകുന്നപാട് ചെയ്യാം. നിങ്ങൾക്ക് പുതിയൊരു വണ്ടി വാങ്ങാൻ പോകുന്നു, അതിൻ്റെ തലേദിവസം വൈകുന്നപാട് ചെയ്യാം. നിങ്ങൾക്ക് ഒരു വിദേശത്തേക്ക് പോകുന്നു, അതിൻ്റെ തലേദിവസം ചെയ്യാം. നിങ്ങളൊരു ഭൂമി വാങ്ങുന്നു, അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ നടക്കുന്നതിൻ്റെ തലേദിവസം ചെയ്യാം, വൈകുന്നപാട്. നിങ്ങളൊരു വീട് വെക്കുന്നു, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ തുടങ്ങുന്നതിൻ്റെ തലേദിവസം ഭഗവാന് ചെയ്യാം. ഇങ്ങനെ ഓരോരോ കാര്യത്തിനും നിങ്ങൾക്ക് ഭഗവാന് ഒരു സെറ്റ് കൊണ്ട് സമർപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി വരും. ഞാനീ പറഞ്ഞ പോലെ കൂടെ പ്രാർത്ഥിക്കണം. ഈ ഒരൊറ്റ കാര്യം മതി, ഇത് ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. വലിയ സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ മക്കൾ വിദേശത്തൊക്കെ പോയി രക്ഷപ്പെട്ട് വലിയ സാമ്പത്തികം വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു ചെയ്തവർ. അപ്പം നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ അത് അനുഭവമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഭഗവാന് സെറ്റുമുണ്ട് സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടോണം. ഈ പറയുന്ന രീതി ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ് എന്ന് മനസ്സിൽ വിചാരിക്കണം. എന്താണ്? ഭഗവാൻ സെറ്റുമുണ്ട് സമർപ്പിക്കുമ്പോൾ നമ്മളെ തന്നെ ഭഗവാന് സമർപ്പിക്കുകയാണ് എന്ന് മനസ്സിൽ ചിന്തയോടുകൂടി വേണം നടക്കി വെക്കാൻ. അവിടെയാണ് ജീവിതം മാറുന്നത്. അല്ല സെറ്റുമുണ്ട് കൊണ്ട് വെച്ചുകൊണ്ട് ഒന്നും യാന്ത്രികമായി ചെയ്തുകൊണ്ടൊരു കാര്യമില്ല.
ആ ഭാവനയ്ക്കാണ് കാര്യം. ഭാവന, നീ എന്തു ഭാവിക്കുന്നോ അതുപോലെ ആയിരിക്കും നിനക്ക് പ്രപഞ്ചം തരുന്നത്. അതായത് നമ്മൾ എന്ത് ഭാവിക്കുന്നോ അതാണ് നമ്മൾ ഭാവിക്കുന്ന ആണ് നമ്മൾ തന്നെ ആയിത്തീരുന്നത്. അപ്പോൾ ആ ഭാവനയ്ക്ക്, ആ ചിന്തയ്ക്കാണ് പ്രാധാന്യം. ഞാൻ തന്നെ എന്നെ തന്നെ ഭഗവാന് സമർപ്പിക്കുന്നു എന്ന ചിന്തയോടെ, പൂർണ്ണമായ ആ ചിന്തയോടെ, പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി വേണം സെറ്റ് കൊണ്ട് ഭഗവാന് അടക്കി വെക്കാൻ. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന നോക്കി. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഈ പിന്നെ പിതൃപ്രീതി പെട്ടെന്ന് കൈവരും ഭഗവാന് വസ്ത്രം സമർപ്പിക്കുമ്പോൾ. പിതൃപ്രീതി പെട്ടെന്നുണ്ടായി വരും. നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി പല പൂജയോ ഹോമോ ഒക്കെ ചെയ്തിട്ടും മാറ്റങ്ങളില്ലെങ്കിൽ ഇത് ചെയ്തു നോക്കുക. പിതൃപ്രീതി അപ്പോഴേ ഉണ്ടായി വരും. പിതൃപ്രീതി എന്നുള്ളത് എല്ലാ കുടുംബത്തിനും വേണ്ട കാര്യമാണ്. നമ്മുടെ എല്ലാം കുടുംബത്തിലെ മരണപ്പെട്ട നമ്മുടെ പിതൃക്കളുണ്ട്. അവരുടെ എല്ലാ ആത്മാവിന് നിത്യശാന്തി, ഈശ്വരീയമായ സദ്ഗതി ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത്. അല്ലെ വീട്ടിൽ നിന്നും കലഹം, അഭിപ്രായ വ്യത്യാസം, വഴക്കുകളെ, ദുരിതങ്ങളെ, ഒരു ജോലി ചെയ്താലും രക്ഷപ്പെടുന്നില്ല, എപ്പോഴും വഴക്കും പ്രശ്നവും ഡൈവേഴ്സും ദുരിതങ്ങളും സർവ്വ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. പിതൃപ്രീതി ഉണ്ടാകുമ്പോൾ അപ്പോഴേ ജീവിതം രക്ഷപ്പെടും. ഭഗവാൻ ഇതുപോലെ വസ്ത്രം വിശേഷപ്പെട്ട ദിവസങ്ങളുടെ തലേദിവസം വൈകിട്ട് ഞാനീ പറഞ്ഞ പ്രാർത്ഥനയോടെ സമർപ്പിച്ചാൽ അപ്പോഴേ പിതൃപ്രീതി ഉണ്ടായി വരും. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായി വരും. ഭഗവാൻ നാരായണന്റെ, കൃഷ്ണന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതം മുഴുവൻ ഉണ്ടാകും. ഭഗവാൻ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു രഹസ്യം. അപ്പോൾ ഇതൊരു വലിയ കാര്യമാണ്. നമ്മൾ എന്തു ചെയ്താലും നമ്മൾ അത് എന്നെ തന്നെ ഭഗവാന് സമർപ്പിക്കുകയാണെന്നുള്ള ചിന്തയിൽ ചെയ്യണം. പറഞ്ഞ മനസ്സിലായില്ലേ? അത് ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായി വരും എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളുടെ അടുത്ത് പുത്തൻകാവിലമ്പലമുണ്ട്, വായ്പാട്. അവിടെ പോയിട്ട് ഇപ്പം നമ്മൾ പറ്റുന്ന പോലെ ഇടയ്ക്ക് അവിടുത്തെ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ഒരു ചെറിയ തുക പറ്റുന്ന പോലെ ഞാൻ കൊടുക്കും. അപ്പം ഞങ്ങൾ ചിന്തിക്കുന്നത് എന്നാണ്, ഇത് അമ്മയുടെയാണ് ഈ പൈസ, എൻ്റെ അല്ല. ഞാനവിടെ ഒരു ചെറിയ ഒരു സംഭാവന ചെയ്യുന്നതുകൊണ്ട് അത് എൻ്റെ അല്ല, അമ്മയുടെ പൈസ തന്നെയാണ്. അങ്ങനെ ചിന്തിച്ചാണ് കൊടുക്കുന്നത്. എത്ര സന്തോഷമാണ് അപ്പം മനസ്സിന്. എൻ്റെന്ന് ചിന്തിക്കുമ്പോഴേ എനിക്ക് അഹങ്കാരം ഉണ്ടാകുന്നു, അല്ലേ? എൻ്റെ അല്ലെന്നേ, അമ്മയുടെ പൈസ അമ്മയ്ക്ക് കൊടുക്കുന്നത്, അമ്മ തരുന്നത് അമ്മയാണല്ല. അങ്ങനെ ഞാനൊരു പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ കൃഷ്ണന് ഈ സെറ്റ് മുണ്ട് സമർപ്പിക്കുമ്പോൾ ഇത് എന്നെ തന്നെ ഭഗവാന് സമർപ്പിക്കുക, ഇതെല്ലാം ഭഗവാന് തന്നെയാണ് എന്ന ചിന്തയോടെ ചെയ്യണം. അവിടെ തൊട്ടേ മാറ്റം തുടങ്ങുന്നത്, അവിടെ തൊട്ടാണ് ജീവിതം മാറാൻ തുടങ്ങുന്നത്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരാൻ ചില രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പുണ്യക്ഷേത്രങ്ങൾ ദർശനം നടത്തണം. അത് മാസത്തിൽ ഒന്നെങ്കിലും ആവർത്തിക്കണം. ചൈതന്യം കൂടിയ പുണ്യക്ഷേത്രങ്ങൾ എന്ന് വെച്ചാൽ ഇച്ചിരി പ്രാധാന്യമുള്ള ചില ക്ഷേത്രങ്ങളുണ്ട്. ഏറ്റുമാനൂരായിക്കോട്ടെ, അല്ലെങ്കിൽ ഗുരുവായൂരായിക്കോട്ടെ, അമ്പലപ്പുഴ ആയിക്കോട്ടെ, ആറന്മുള ആയിക്കോട്ടെ, ചെറ്റുകുളങ്ങര ആയിക്കോട്ടെ, ചോറ്റാനിക്കര ആയിക്കോട്ടെ. ഇപ്പം മനസ്സിൽ വന്ന കുറച്ച് ക്ഷേത്രം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. മുത്തപ്പൻ്റെ ക്ഷേത്രം ആയിക്കോട്ടെ, അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ. കൊട്ടിയൂര് എന്നുമില്ല, ഉത്സവത്തിന് പോയാൽ മതി. അപ്പം ഈ ചൈതന്യം കൂടി രാജരാജേശ്വരി ക്ഷേത്രമായിക്കോട്ടെ, മൃദംഗശൈലേശ്വരി ക്ഷേത്രമായിക്കോട്ടെ, ഈ തിരുനെല്ലി ആയിക്കോട്ടെ, ഇതുപോലെ ചൈതന്യം കൂടിയ ക്ഷേത്രങ്ങൾ ഞാൻ മനസ്സിൽ ഓർത്ത ചിലത് പറഞ്ഞതേ ഉള്ളൂ. തിരുവല്ലയിൽ ശ്രീവല്ലഭ ക്ഷേത്രം, പിന്നെ ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ തൊട്ട് അടുത്ത് തന്നെ തുകലശ്ശേരി മഹാദേവ ക്ഷേത്രം എന്ന് വേണ്ട ഈ ചൈതന്യം കൂടുതലുള്ള ക്ഷേത്രങ്ങളിൽ മാസത്തിലൊന്ന് നമ്മളെ പറ്റുന്ന പോലെ നമുക്ക് ചെന്നെത്താൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ ദർശനം നടത്തണം. പെട്ടെന്ന് ജീവിതം മാറും. കാരണം 1, 2 സത്സംഗങ്ങൾ ചെയ്യണം. നല്ല ആളുകളുമായിട്ട് സഹകരിക്കണം. അതായത് ഈശ്വരനാമം ജപിക്കുന്നവർ, ഈശ്വരനെ ഭജിക്കുന്നവർ, പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നവർ, അങ്ങനെ നല്ല ആളുകളുമായിട്ട് സത്സംഗം ഉണ്ടായി വരണം. അതുകൊണ്ട് പുണ്യം ഉണ്ടാകും. പുണ്യക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നതുകൊണ്ട് പുണ്യം ഉണ്ടാകും. എല്ലാ ക്ഷേത്രങ്ങളും പുണ്യമുള്ളത് തന്നെയാണ് കേട്ടോ. ഞാൻ പിന്നെ പറഞ്ഞത് ചില ക്ഷേത്രങ്ങൾക്ക് അല്പം ചൈതന്യം കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൂടെ മാസത്തിലൊന്ന് ദർശനം നടത്തണം. അല്ലാത്ത നിങ്ങൾ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ ആഴ്ചകളിൽ ദർശനം നടത്താം. എല്ലാ ക്ഷേത്രങ്ങളും പുണ്യമുള്ളത് തന്നെയാണ്. അപ്പോൾ പുണ്യക്ഷേത്രങ്ങൾ ദർശനം നടത്തുക. അതുപോലെ സത്സംഗങ്ങൾ, നല്ല ഈശ്വരീയമായ കാര്യങ്ങൾ പറയുന്ന ആളുകളുമായി സഹകരിക്കുക. അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ദാനധർമ്മങ്ങൾ ചെയ്യുക. പിന്നെ
ഒരാൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ട അറിവ് പകർന്നു കൊടുക്കുക, ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുക. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. അതായത് ഞാനീ പറഞ്ഞ കാര്യം ചെയ്ത് ഇപ്പം ഒരാൾക്കൊരു കാര്യം എന്ത് ചെയ്തിട്ട് നടക്കുന്നില്ലായിരുന്നു. അപ്പം ഞാനീ പറഞ്ഞ കാര്യം ഇത് ഈ വസ്ത്രത്തിൻ്റെ രഹസ്യം ഞാൻ നേരത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, പഴയ വീഡിയോയിൽ. അത് കേട്ട ഒരമ്മ വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യം നടന്നു കിട്ടി. അപ്പോഴാ അമ്മ എനിക്ക് മെസ്സേജ് ചെയ്തു, ഇത് ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്ന്. അപ്പം ഈ നല്ല കാര്യം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മനസ്സ്, മറ്റൊരാളുടെ ജീവിതം മാറുമ്പോൾ അതൊരു പുണ്യമാണ്. പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ്, അതും ഒരു പുണ്യമാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ മാതാപിതാക്കളെ സംരക്ഷിക്കുക, അവരോടൊത്ത് അല്പം സമയം ചെലവഴിക്കുക, പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന ചാരിറ്റികൾ ചെയ്യുക, ഇതെല്ലാം പുണ്യം കിട്ടുന്ന കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങളൂടെ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും, ഒരുപാട് ദുരിതങ്ങൾ മാറി നിൽക്കും, അപകടങ്ങൾ മാറി നിൽക്കും, ദുരിതങ്ങൾ മാറി നിൽക്കും. പല പല അപകടങ്ങളും സംഭവിക്കത്തില്ല നമ്മുടെ ജീവിതത്തിൽ. അൺഎക്സ്പെക്റ്റഡ് ഉണ്ടാകുന്ന പല പല ദുരിതങ്ങളും മാറി നിൽക്കും. ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പ്രയോജനം ചെയ്യും. അതായത് ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത ഒരു ഗുണമുണ്ടായ കാര്യമാണ്, അങ്ങനെയുള്ള കാര്യം ഞാൻ പറയത്തുള്ളൂ. അതായത് ഇപ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് വിചാരിച്ചു. അപ്പം അവരുടെ ജീവിതത്തിൽ അത് വലിയൊരു കാര്യമാണ്. ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ പ്രസവമൊക്കെ നന്നായിട്ട് നടക്കണം എന്ന് ഏതൊരു ഗർഭിണിയാകുന്ന സ്ത്രീയും ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അത് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാം. ഭർത്താവ് പോയി അത് ചെയ്താൽ മതി. ഭർത്താവാണ് ചെയ്യേണ്ടത്. ഈ ഭാര്യയ്ക്ക് വേണ്ടി, ഗർഭിണിയായ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവാണ് പോയി ചെയ്യേണ്ടത്. അടുത്തുള്ള മുരുകൻ്റെ ക്ഷേത്രത്തിൽ പോകണം. മുരുകൻ്റെ ക്ഷേത്രത്തിൽ പോയി ചൊവ്വാഴ്ച വൈകുന്ന പാട് ഒരു തൂശനലിൽ അല്പം വെള്ളപ്പൂവ്, ഒരു നാരങ്ങ, ഒരു നാണയം, ഇത് മൂന്നൂടെ കൂട്ടിപ്പിടിച്ച് ഓം ശരവണ ഭവ എന്ന് വാഗുണ്ടോ മനസ്സുകൊണ്ടോ ജപിക്കാം. എങ്ങനെ ജപിച്ചാലും കുഴപ്പമില്ല. ശ്രീകോവിലിന് 6 വലത്ത് വെച്ചേ. ഇനി 6 വലത്ത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഒരു വലത്ത് വെച്ചാലും മതി. പക്ഷെ 6 വലത്ത് വെച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഭഗവാന് കൂടുതൽ ഇഷ്ടം അതാണ്. 6 വലത്ത് വെച്ച് ഈ കാര്യം, ഭാര്യയുടെ പ്രസവം നന്നായിട്ട് നടക്കണം, ഭഗവാനെ നല്ല ഒരു സത്സന്താനത്തെ നൽകണം, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകണം, പ്രസവം എല്ലാം ഭംഗിയായിട്ട് നടക്കണം എന്ന് പ്രാർത്ഥിച്ച് നടക്കി വെക്കുക. ആ തൂശനിലേക്ക് അത് 3 കൂട്ടി നടക്കി വെക്കുക. ഇത് ഒരു തവണ ചെയ്തവർക്കും പോലും ഫലം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പറ്റുന്ന പോലെ ആവർത്തിക്കുന്നതല്ല. പ്രസവം കഴിയുന്നിടം വരെ ഇടയ്ക്ക് ചൊവ്വാഴ്ചകൾ ആവർത്തിക്കുന്നതല്ലതാണ്. പക്ഷെ ഒരു തവണ ചെയ്തവർക്ക് പോലും ഫലം ഉണ്ടായിട്ടുണ്ട്, നല്ല രീതിയിൽ പ്രസവം നടന്നു കിട്ടി. പിന്നെ നമ്മൾ നല്ല ആശുപത്രി ആയിരിക്കണം, നല്ല ട്രീറ്റ്മെൻറ്റ് ആയിരിക്കണം. അതുകൂടി നമ്മളോട് ശ്രദ്ധിച്ചോണം. ഇത് പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് പറഞ്ഞത്. ആർക്കെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും. ഇത് ഞാൻ പറഞ്ഞു കൊടുത്ത് പ്രയോജനപ്പെട്ട ആളുകളുടെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞു തരുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പം നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, നല്ല ആശുപത്രി ആയിരിക്കണം, അത് പ്രധാനമാണ്. പിന്നെ നമ്മൾ പ്രാർത്ഥനയുടെ ഭാഗമായിട്ടുള്ള അതിൻ്റെ കൂടെ ചെയ്യാവുന്ന കാര്യമാണ് പറഞ്ഞു കേട്ടോ. അങ്ങനെ മനസ്സിലാക്കാവുള്ളൂ. അപ്പം ഇതൊക്കെ ജീവിതത്തിൽ നല്ല ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇനിയും പറയാൻ പോകുന്നത് ഒരു അഗസ്ത്യരുടെ ഒരു മന്ത്രത്തെക്കുറിച്ചാണ്. ഇത് ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല, ലോക നന്മയ്ക്ക് വേണ്ടിയും ലോക രക്ഷയ്ക്ക് വേണ്ടിയും ലോക നന്മയ്ക്ക് വേണ്ടിയുമാണ് പറഞ്ഞു തരുന്നത്. അഗസ്ത്യർ ഒരു മന്ത്രം പറഞ്ഞുതരാം. ഈ മന്ത്രം ജപിച്ചാലുള്ള ഫലങ്ങൾ ആദ്യം പറയാം, എന്നിട്ട് മന്ത്രം പറയാം. ഈ മന്ത്രം, ഞാനീ പറയാൻ പോകുന്ന മന്ത്രം ആർക്കും ജപിക്കാം. ജാതി ഇല്ല, മതമില്ല, പ്രായമില്ല, ശുദ്ധി അശുദ്ധി ഇല്ല. സ്ത്രീകൾക്ക് ജപിക്കാം, കുട്ടികൾക്ക് ജപിക്കാം, ഗൃഹസ്ഥർക്ക് ജപിക്കാം, എല്ലാവർക്കും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ്. മന്ത്രം ഇതാണ്. എന്നിട്ട് ഇനി മന്ത്രം പറഞ്ഞിട്ട് മന്ത്രത്തിന്റെ ഫലം പറഞ്ഞുതരാം. ഈ മന്ത്രം വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി കൊണ്ടിടാം. മന്ത്രം പറഞ്ഞിട്ട് അതിന്റെ ഫലങ്ങൾ പറഞ്ഞുതരാം. അതുകൂടെ കേൾക്കണം കേട്ടോ. നല്ല ഫലം ഉണ്ടാവും, നല്ല രീതിയിൽ ഫലം ഉണ്ടാവും. ഓം ശ്രീ അഗസ്ത്യ മഹർഷയേ നമ. ഓം ശ്രീ അഗസ്ത്യ മഹർഷയേ നമ. ഇതാണ് മന്ത്രം. ഇത് നിങ്ങൾ വാഗൊണ്ട് വടക്കോട്ട് നോക്കി നിന്ന് നിത്യവും രാവിലെ ജപിക്കുക. എവിടെ നിന്ന് വേണമെങ്കിലും ജപിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നിടത്ത് നിന്ന്, ഇപ്പം വിളക്കിൻ്റെ മുന്നിൽ നിന്നും ഒക്കെ വടക്കോട്ട് നോക്കിയെന്ന് ജപിക്കാം. അല്ലെങ്കിൽ കുളിമുറി ആയിക്കോട്ടെ, കുളിമുറിയിൽ ഇടതുകാല് വെച്ച് കയറണം, എന്നിട്ട് വലതുകാല് വെച്ചിറങ്ങണം. അപ്പം കുളിമുറിയിലെ നെഗറ്റീവ് ബാധിക്കത്തില്ല. കുളിമുറി എന്ന് വടക്കോട്ട് നോക്കിയെന്ന് ചെയ്യാം, വസ്ത്രം എടുത്തുകൊണ്ട്.
അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നിടത്ത് നിന്ന് വടക്കോട്ട് നോക്കി ചെയ്യാം. എവിടെ നിന്ന് വേണമെങ്കിലും ചൊല്ലാം. രാവിലെ വൈകിട്ടും ചെല്ലുക, വാ കൊണ്ട് ജപിക്കുക. അതൊരു 3 തവണ ജപിക്കാം, അല്ല 1 തവണ ജപിക്കാം, ഒരു കുഴപ്പമില്ല. നിത്യേന ചൊല്ലണം. ഓം ശ്രീ അഗസ്ത്യ മഹർഷയെ നമ. എന്തുകൊണ്ടാണ് ഇതിന്റെ ഫലം എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് അഗസ്ത്യര് ശിവൻ തന്നെയാണ്. അഗസ്ത്യര് എല്ലാമാണ്. ശിവനാണ്, മുരുകനാണ്, എല്ലാമാണ്. സർവദേവമയമാണ് അഗസ്ത്യര്, എല്ലാമാണ് അഗസ്ത്യര്. അപ്പൊ അഗസ്ത്യര് പരമകാരുണ്യവാനാണ്. അഗസ്ത്യർ പാദം ഞാൻ വന്ദിക്കുന്നു. ഓം ശ്രീ അഗസ്ത്യ മഹർഷയെ നമ. ഇനിയും ആ പാദങ്ങൾ വന്നിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു തരികയാണ്, ലോക നന്മയ്ക്ക് വേണ്ടി, എൻ്റെ യാതൊരു സ്വാർത്ഥതയ്ക്കും വേണ്ടിയല്ല, ഈ ലോക നന്മയ്ക്ക് വേണ്ടി, ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകുന്നതിന് വേണ്ടി. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ അഗസ്ത്യർ ഈ വൈദ്യം നിങ്ങൾക്കറിയായിരിക്കും. സിദ്ധവൈദ്യം അല്ലെ വൈദ്യത്തിന്റെ ഏറ്റവും വലിയ ഇതാണ് അഗസ്ത്യരിൽ നിന്നാണ് വൈദ്യം എല്ലാം പോയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലെ രോഗദുരിതങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടും എന്ന് കരുതി പ്രധാനമായിട്ടും ചെയ്യേണ്ടത്, രോഗങ്ങൾ വരുവാണെങ്കിൽ ഡോക്ടറെ കാണണം, ട്രീറ്റ്മെന്റ് എടുക്കണം. ഒരു ഡോക്ടറെ കണ്ടിട്ട് കുറവില്ല, വേറെ ഡോക്ടറെ കാണും. അതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് അതിൻ്റെ കൂടെ ഈ മന്ത്രം കൂടെ ജപിക്കുന്നത് നല്ലതാണ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ കാര്യം, കുടുംബദോഷങ്ങൾ മാറിക്കിട്ടും. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഈ കുടുംബദോഷങ്ങൾ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. കുടുംബപരമായ ദോഷങ്ങൾ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തോ കുടുംബദോഷം എന്ന് വെച്ചാൽ അർത്ഥം. ഇത് ആരോട് ചോദിച്ചാലും ഇനിയും പറയാൻ പോകുന്ന കാര്യം ഒരിക്കലും ആരും പറയത്തില്ല. എല്ലാവരും കുടുംബദോഷം. എന്താ കുടുംബദോഷം? ശ്രദ്ധിച്ചു കേട്ടോണം. ഞാനീ പറയാൻ പോകുന്ന കാര്യം അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അതിന് പ്രയോജനം ഉണ്ടാവും. കുടുംബദോഷം എന്ന് വെച്ചാൽ കുടുംബത്തിലെ ഒരാൾ കൊണ്ട് പ്രവർത്തികൾ ഉണ്ടാകുന്ന ദോഷമല്ല. കുടുംബത്തിലെ ആ പരമ്പരയിലെ പല ആളുകളുടെയും പ്രവർത്തികൾ, ചെയ്തികൾ കൊണ്ട് ആ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ളതും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ അവരെ പിന്തുടരുന്ന പാപപ്രവർത്തികളുടെ കർമ്മഫലമാണ് കുടുംബദോഷം. ഒരു വ്യക്തിയുടെ അല്ല, പല വ്യക്തികളുടെ, നമുക്ക് മുമ്പ് ജീവിച്ചിരുന്നവരും ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരും അതിനു പരമ്പരയെ ജീവിച്ചിരുന്നവരും ഒക്കെ ചെയ്ത കർമ്മം, പ്രവൃത്തി, ആ പാപത്തിന്റെ ഫലം ആ കുടുംബത്തിലെ ജനിക്കുന്നവരുടെ DNA ട്രാൻസ്ഫർ ആവും. നമ്മളെ അവരുടെ ആ കുടുംബത്തിൽ ആ ജനിക്കുന്നവരെയൊക്കെ അത് ബാധിക്കും. അത് അങ്ങനെ കുടുംബദോഷം നമ്മളെ പിന്തുടരും. അതാണ് കുടുംബദോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുടുംബദോഷം മാറുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇത്ര ശക്തമായ ഒരു കാര്യം മാറണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചു നോക്കുക. പിന്നെ അത് മാറണമെങ്കിൽ അതുപോലെ ശക്തമായ ഒരു ശക്തിയുടെ അനുഗ്രഹം വേണം. അപ്പം അഗസ്ത്യർ എന്ന് പറഞ്ഞാൽ മഹാതപസ്വിയാണ്. മഹാതപസ്വിന്റെ ശക്തിയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ കുടുംബദോഷം മാറാൻ ഒരു സമയം വേണ്ട. മാത്രമല്ല, കുടുംബത്തിലെ കലഹങ്ങൾ മാറിക്കിട്ടും, ദാരിദ്ര്യം മാറും, സർപ്പദോഷം മാറും. ഇതെല്ലാം ഈ മന്ത്രം ജപിച്ചാലുള്ള ഫലങ്ങളാണ്. അഗസ്ത്യർ അനുഗ്രഹം കൊണ്ട് മാറിക്കിട്ടും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അഗസ്ത്യരോട് ഭക്തി വേണം, ശുദ്ധ മനസ്സോടുകൂടി വിളിക്കണം, ആത്മാർത്ഥമായിട്ട് വിളിക്കണം കേട്ടോ. വിശ്വാസം വേണം. അല്ല ചുമ്മാ മന്ത്രം ജപിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അദ്ദേഹത്തോടുള്ള ഭക്തി നിങ്ങളുടെ, പിന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നന്മ ഉണ്ടായിരിക്കണം, സത്പ്രവൃത്തികൾ ചെയ്യണം, പുണ്യക്ഷേത്രങ്ങൾ ദർശനം നടത്തണം, പുണ്യനാമങ്ങൾ ജപിക്കണം, ഈശ്വരനാമം ജപിക്കണം, ദേവിയെ വണങ്ങണം, മുരുകനെ വണങ്ങണം, ശിവനെ വണങ്ങണം. അങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ അഗസ്ത്യർ അനുഗ്രഹം ഉണ്ടായി വരും. അങ്ങനെ ഉള്ളൊരു അഗസ്ത്യർ മന്ത്രം ജപിച്ചാൽ അഗസ്ത്യർ അനുഗ്രഹം ഉണ്ടായി വരും. അപ്പം രണ്ടാമത്തെ കാര്യം പറഞ്ഞു കേട്ടോ, കുടുംബദോഷങ്ങൾ മാറിക്കിട്ടും. ഇനി മൂന്നാമത്തെ കാര്യം പറയുന്നത് ജ്ഞാനം ഉണ്ടാകും. ജ്ഞാനം ഉണ്ടാകും എന്ന് വെച്ചാൽ എന്താ? ജ്ഞാനവും അറിവും രണ്ടും രണ്ടാ കേട്ടോ. ജ്ഞാനവും അറിവും രണ്ടും രണ്ടാ. അറിവെന്ന് പറഞ്ഞാൽ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ്, പല കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ്, അതാണ് അറിവ്. ജ്ഞാനം എന്ന് വെച്ചാൽ അനുഭവത്തിലൂടെ മനസ്സിലാകുന്ന ആ അറിവാണ് ജ്ഞാനം. അനുഭവത്തിലൂടെ ബോധ്യപ്പെടുന്ന കാര്യമാണ് ജ്ഞാനം. അപ്പം ജ്ഞാനം കിട്ടുന്നു. നമുക്ക് ജീവിക്കാനുള്ള ജ്ഞാനം എന്ന് വെച്ചാൽ
എന്ത് ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും, അങ്ങനെ അതിനുള്ള ഒരു ബോധം അത് അഗസ്ത്യർ അനുഗ്രഹം ഉണ്ടാക്കി കിട്ടുമെന്നുള്ളതാണ്. ഞാനൊരു ഉദാഹരണം പറയാം, മനസ്സിലാകാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ഒരിടത്ത് കണ്ട ഒരു കാര്യം, ഒരാളൊരു കട നടത്തുകയാണ്. ആ കടയിൽ അയാൾ നല്ല പൈസ മുടക്കിയ നടന്നൊരു സംഭവം, ഞാൻ കണ്ട കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ കടയിൽ നല്ല പൈസ മുടക്കി ഇരുന്നിട്ടും കച്ചവടമൊന്നുമല്ല, ഒരു കച്ചവടവും. അപ്പോൾ നല്ല തുക അയാൾ മുടക്കിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പം എനിക്ക് അയാളുമായിട്ട് വലിയ പരിചയമൊന്നുമില്ല, ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വലിയ നഷ്ടമാണ്, ഇയാൾ എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാളുടെ ദൈവവിശ്വാസവും ഭക്തിയും നന്മയൊക്കെ കൊണ്ടായിരിക്കും ഈശ്വരൻ ഒരു ബുദ്ധി തോന്നിച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ ആ പ്രദേശത്തെ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകുന്ന ഒരു പയ്യനെ അവിടെ ജോലിക്ക് വെച്ച് കഴിഞ്ഞപ്പം അവൻ എല്ലാവരുമായിട്ട് നല്ല ഇടപെടലും ഒക്കെ, അതുകൊണ്ട് ആളുകൾ കയറാൻ തുടങ്ങി. അപ്പം കച്ചവടം കുറച്ച് കൂടാൻ തുടങ്ങി. അപ്പം എന്നിട്ട് അയാൾ ആ പയ്യന് ശമ്പളം ഇച്ചിരി കൂട്ടിയും കൊടുത്തു. അപ്പം അവൻ ആത്മാർത്ഥം കൂടിയപ്പോൾ അവൻ കൂടുതൽ ആളുകളെ അങ്ങോട്ട് വിളിച്ച് കയറ്റാൻ തുടങ്ങി. അങ്ങനെ നല്ല കച്ചവടമായി ഇപ്പം. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ജീവിക്കാൻ വേണ്ട ഒരു ബുദ്ധിയുണ്ട്. ആ ബുദ്ധി അത് ഈശ്വരൻ തരേണ്ടതാണ്. ജീവിക്കാൻ വേണ്ട ബുദ്ധി, അതിന് ജ്ഞാനം എന്നാണ് പറയുന്നത്. അത് അഗസ്ത്യരുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ. നിങ്ങളൊരു കട നടത്തുന്നു, എന്ത് ചെയ്താലാണ് രക്ഷപ്പെടുന്നത്? അല്ലെ നിങ്ങൾ വിദേശത്ത് ഒരു ജോലി ചെയ്യുന്നു, നിങ്ങൾക്ക് വീട് വേണം, അത് വേണം, നിങ്ങൾ എന്ത് ചെയ്താലും ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ നിങ്ങൾ ഏത് തൊഴിൽ ചെയ്താലും എന്ത് ചെയ്താലും രക്ഷപ്പെടും. അതിനുള്ള ഒരു ജ്ഞാനം അഗസ്ത്യർ അനുഗ്രഹം ഉണ്ടാക്കി കിട്ടും. മനസ്സിലായല്ലോ? മൂന്നാമത്തെ ജ്ഞാനം. നാലാമത്തെ കർമ്മ തടസ്സം. ചിലർക്ക് എല്ലാത്തിനും തടസ്സം, വിവാഹത്തിന് തടസ്സം, ജോലിക്ക് തടസ്സം, എപ്പോഴും കേസ് വഴക്കെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ഇതെല്ലാം അഗസ്ത്യർ അനുഗ്രഹം കൊണ്ട് മാറിക്കിട്ടും. കടലിനെ കുടിച്ചു വറ്റിച്ച മഹർഷിയാണ് അഗസ്ത്യർ. അഗസ്ത്യർക്ക് ഒരു തടസ്സവും ഇല്ല. കടൽ പോലും അദ്ദേഹത്തിന്റെ മുന്നിൽ അതിനെ കുടിച്ചു വറ്റിച്ച അഗസ്ത്യൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒന്നുമല്ല. പിന്നാണ് നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ. അപ്പം നാലാമത്തെ കർമ്മതടസ്സം മാറ്റിത്തരും. ഇനി അഞ്ചാമത്തെ കുണ്ടലിനിയിൽ, നമ്മളുടെ കുണ്ടലിനി ശക്തിയിൽ ആ ഒരു ഈശ്വരീയമായ അനുഗ്രഹം ഉണ്ടാകും. അഗസ്ത്യർ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഈ കുണ്ടലിനി ശക്തി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ചക്രാസ് ആണ്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ഇങ്ങനെ നട്ടലിലുള്ള ചക്രാസ് ആണ്. അത് നമ്മുടെ സൂക്ഷ്മ ശരീരം തന്നെയാണ്. ആ ചക്രാസിലാണ് നമ്മുടെ കർമ്മവും കർമ്മദോഷവും പുണ്യവും പാവവും ഒക്കെ അടങ്ങിയിരിക്കുന്നത്. അതിൽ ഈശ്വരീയമായ അനുഗ്രഹം ഉണ്ടായി വരുമ്പോൾ നമ്മുടെ ജീവിതം മാറും. നമുക്ക് ഭാഗ്യം ഉണ്ടാകാൻ തുടങ്ങും, നമുക്ക് ലക്ക് ഉണ്ടാകാൻ തുടങ്ങും, നമ്മൾ ഏർപ്പെടുന്ന കാര്യങ്ങൾ വിജയിക്കാൻ തുടങ്ങും, നമ്മളിലേക്ക് നല്ല നല്ല മാറ്റങ്ങൾ വരും. അപ്പൊ ആ കുണ്ടലിനിയിലെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. കുണ്ടലിനി ഉണരുമെന്നല്ല പറയുന്നത് കേട്ടോ. കുണ്ടലിനിയിൽ ഈശ്വരീയമായ ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളും വരും. നമ്മുടെ പാപകർമ്മങ്ങൾ അല്ലെ പാപദോഷങ്ങൾ മാറാൻ തുടങ്ങും എന്നുള്ളതാണ്. ഇനിയും ആറാമത്തെ കാര്യം, ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാവും. ഗുരു എന്ന് പറഞ്ഞാൽ ഈശ്വരനാ. അഗസ്ത്യർ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ എല്ലാ ഗുരുക്കന്മാരും നമ്മളെ പ്രസാദിക്കും. അഗസ്ത്യരാണ് ഏറ്റവും വലിയ ഗുരു. ഇനിയും അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ 7 ജന്മത്തിലെ പാപങ്ങൾ തീരുമെന്നാണ് പറയപ്പെടുന്നത്. അത് നമ്മൾ വിചാരിച്ചാൽ നടക്കത്തില്ല, അത് അഗസ്ത്യർ തന്നെ വിചാരിക്കണം. നമ്മൾക്ക് അഗസ്ത്യരെ വിളിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് അഗസ്ത്യർ തീരുമാനിക്കുന്ന പോലെ നടക്കത്തുള്ളൂ. അത് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. അത് അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, അവിടുത്തെ ഇഷ്ടം നടക്കട്ടെ എന്ന് വിചാരിച്ച് സമർപ്പിക്കുക. അദ്ദേഹം വിചാരിച്ചാൽ നമ്മുടെ എല്ലാ പാപങ്ങളും തീരും. അത് അദ്ദേഹം വിചാരിക്കണം. അതിന് അദ്ദേഹത്തിന്റെ പാദത്തിൽ നമ്മൾ നിരുപാധികം ആ പാദങ്ങളിൽ മനസ്സ് സമർപ്പിച്ച് ഓം ശ്രീ അഗസ്ത്യ മഹർഷിയെ നമഃ എന്ന് പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമ്മളുടെ മനസ്സ് സമർപ്പിക്കുക. അപ്പൊ അത് അദ്ദേഹം തീരുമാനിക്കുന്ന പോലെ ഇരിക്കും. അത് ചിലപ്പോൾ പെട്ടെന്ന് നടക്കാം, ചിലപ്പോൾ താമസിക്കാം, അതെല്ലാം അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. നമുക്ക് അതിനകത്ത് യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. പറഞ്ഞാൽ മനസ്സിലായോ? എപ്പം നമ്മുടെ ജീവിതം മാറണോ, അനുഗ്രഹിക്കണം, നമ്മുടെ പാപങ്ങൾ തീരണോ എന്നൊക്കെയുള്ള അത് സമയങ്ങളിൽ ഗുരു നമ്മളുടെ പ്രവൃത്തി അനുസരിച്ച്, നമ്മുടെ കർമ്മം അനുസരിച്ച് ആ ഗുരു നമ്മളിൽ മാറ്റങ്ങൾ വരുത്തും. അത് നമുക്ക് ഗുരുവിന്റെ ഇഷ്ടമാണ്. നമുക്ക് അതിനകത്ത് ഒന്നും പറയാനില്ല. നമുക്ക് വിശ്വാസത്തോടെ വിളിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം എല്ലാവർക്കും അഗസ്ത്യമുനിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് അഗസ്ത്യരുടെ ഫോട്ടോയാണ്. നിങ്ങൾ ശരിക്കൊന്ന് കണ്ടോ അഗസ്ത്യരുടെ ഫോട്ടോ? ഇതിന് താഴെ ഇരിക്കുന്നത് അഗസ്ത്യർ തന്നെയാണ് കേട്ടോ. ഇത് അഗസ്ത്യരുടെ ഫോട്ടോ കണ്ടല്ലോ. ഇതിൻ്റെ താഴെ വെച്ചിരിക്കുന്ന അഗസ്ത്യരുടെ വേറെ ഒരു രീതിയിലുള്ള ഫോട്ടോയാണ്. അഗസ്ത്യരെ കണ്ടല്ലോ. ഇദ്ദേഹം എൻ്റെ ഹൃദയത്തിലും ഉണ്ട്. അവിടെ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്.
അതായത് നമ്മളുടെ ഈ പായിപ്പാട് പുത്തങ്കാമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഒരു പുണ്യസംഘം, കുറേ തീർത്ഥാടനത്തിന് പോകുന്ന ആളുകൾ ശ്രീരാമക്ഷേത്രങ്ങൾ ദർശനം നടത്താൻ പോയി. അപ്പോഴേ അതിലൊരാൾ എന്നോട് വന്നിച്ച് പറഞ്ഞതാണ്, തൃപ്രയാർ ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ ചെന്നപ്പം അവിടെ ഒരു കടയുണ്ട്, ചായക്കടയാണെന്ന് തോന്നുന്നു. ആ കടയിൽ അവർ ചെന്നപ്പം ആ കടയിലെ ആ ചേട്ടൻ പറഞ്ഞു, പായിപ്പാട് പുത്തങ്കാവുലമ്പലത്തിൻ്റെ അവിടുന്ന് വരിക എന്ന് പറഞ്ഞപ്പം പായിപ്പാട് പുത്തങ്കാവുലമ്മയെക്കുറിച്ച് ഈ ചേട്ടൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. തൃപ്രയാർ അമ്പലത്തിൻ്റെ അവിടെ കട നടത്തുന്ന ആ ചേട്ടൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ആ ചേട്ടൻ പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞ് വീഡിയോ ഞാൻ കാണുന്നതാണ്, അപ്പം അമ്മയെക്കുറിച്ച് അതിൽ നിന്നാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ആ ചേട്ടനും ചിലപ്പോൾ ഈ വീഡിയോ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചേട്ടാ നമസ്കാരം, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, പുത്തങ്കാവിലമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലായിടത്തും ഉണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ, എല്ലാം നല്ല കാര്യങ്ങളാണ്. അവരുടെ എല്ലാ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാവരും എല്ലാ ഈശ്വരന്മാരെ കുറിച്ചും അറിയട്ടെ, നന്മകൾ ഉണ്ടാകട്ടെ. വളരെ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.